ഇന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ റെഡിലാണ്. സൂര്യകുമാർ എന്ന പേരുള്ള ഒരാൾ അതിസമ്പന്നനാണ്. പുള്ളിക്ക് കുടുംബവും കുട്ടികളും പ്രാരാബ്ധവും ഒന്നുമില്ല. ഒരുപാട് കാശ് പുള്ളിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പുള്ളിയുടെ കയ്യിലുള്ള പൈസ തട്ടിയെടുക്കാൻ പലതരത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസം പുള്ളിക്ക് ഒരു ക്ഷീണവും ചെറിയ അസുഖങ്ങളും ഒക്കെ തോന്നിയതുകൊണ്ട് പുള്ളിയുടെ സുഹൃത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് പോയി. സുഹൃത്ത് പുള്ളിയെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കാർഡിയാക് പ്രശ്നമുണ്ടോ എന്നൊരു സംശയമുണ്ട്, കുഴപ്പമില്ല, ഇന്ന് ഈ ആശുപത്രിയിൽ റെസ്റ്റ് ചെയ്യൂ, ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ബോക്സ് ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് പുള്ളിക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവിടുത്തെ റൂമിൽ പുള്ളിയെ അഡ്മിറ്റ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ പുള്ളി ആ റൂമിൽ മരിച്ചു കിടക്കുകയാണ്. അവിടെ ഒരു ടേബിളിന്റെ പുറത്ത് തലേ ദിവസം ഡോക്ടർ കുറിച്ചു കൊടുത്ത ആ മരുന്നിന്റെ ബോക്സ് തുറന്ന് കിടപ്പുണ്ട്. കുറച്ച് ഗുളികകൾ ടേബിളിൽ വീണ് കിടപ്പുണ്ട്, കുറച്ച് ഗുളിക തറയിൽ വീണ് കിടപ്പുണ്ട്. അപ്പൊ തന്നെ പോലീസ് വന്നു കഴിഞ്ഞിട്ട് അവിടെ 3 പേരെയാണ് സംശയം. ഈ സുഹൃത്തായ ഡോക്ടർ, ഈ റൂം ക്ലീൻ ചെയ്ത ക്ലീനിങ് ബോയ്, ഈ പുള്ളിക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന നഴ്സ്, 3 പേരെയാണ് സംശയം. 3 പേരെയും പോലീസ് പ്രത്യേകം ചോദ്യം ചെയ്തു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, രാവിലെ 3 മണിക്കാണ്, വെളുപ്പാ രാവിലെ അതുവഴി റൗണ്ട്സ് കഴിഞ്ഞ് പോകുന്ന കൂട്ടത്തിൽ എമർജൻസി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി വാതിലൊന്ന് തുറന്നു നോക്കിയിരുന്നു. ആ സമയത്ത് പുള്ളി കട്ടിലിൽ കിടക്കുന്നതായിട്ടാണ് തോന്നിയത്. അല്ലാതെ അതിനുശേഷം അതിനു മുമ്പ് ഞാൻ പുള്ളിയെ പോയി പേഴ്സണലി കണ്ടിട്ടില്ല, അതിനുശേഷം കണ്ടതേ ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ക്ലീനിങ് ബോയ് ചോദ്യം ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ 7 മണിക്കാണ് ആ റൂമിൽ ചെല്ലുന്നത്. ചിലപ്പോൾ പുള്ളി കട്ടിലിൽ നിന്ന് താഴെ കിടക്കുകയായിരുന്നു, ഈ ടാപ്സ് ഒക്കെ മറിഞ്ഞ് കിടക്കുകയായിരുന്നു. എനിക്ക് പുള്ളിക്ക് ശ്വാസം ഉണ്ടോ എന്നൊരു സംശയം തോന്നി. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ എല്ലാവരെയും അറിയിക്കുകയും പോലീസിന് ഫോൺ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് നഴ്സിനെ ചോദ്യം ചെയ്തത്. നഴ്സ് പറഞ്ഞു, ഞാൻ രാവിലെ 8 മണിക്ക് അവിടെ ചെന്നു. 8 മണിക്ക് ചെല്ലുമ്പോഴാണ് ഞാൻ പുള്ളിയെ കണ്ടത്. പുള്ളി അവിടെ ഉണ്ടായിരുന്നു, തറയിൽ കിടക്കുകയായിരുന്നു എന്ന് നഴ്സ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പോലീസുകാർ നഴ്സിനെ അറസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് നഴ്സാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അറിയാവുന്നവരെ കമന്റ് ബോക്സിൽ പറയുക, അറിഞ്ഞുകൂടാത്തവർക്കും പറഞ്ഞു കഴിഞ്ഞവർക്കും വേണ്ടിയുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. 7 മണിക്ക് ക്ലീനിങ് പോയി ഇത് കാണുകയും എല്ലാവരെയും അറിയിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ആ സമയം തൊട്ട് ഈ മുറിയിൽ തിരക്കും, ആൾക്കാർ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടാവും, അന്വേഷണം നടക്കുന്നുണ്ടാവും, ഡോക്ടേഴ്സ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ 8 മണിക്ക് നഴ്സ് ആ റൂമിൽ ആരും ഇല്ലാത്തപ്പോൾ പുള്ളിയെ കണ്ടു എന്ന് പറഞ്ഞത് കള്ളമാണ്. അപ്പോൾ നഴ്സാണ് പ്രതി.